നിങ്ങൾ ഏതൊരു ഫീൽഡിലും അല്ലെങ്കിൽ ഏതൊരു ഡിസിപ്ലിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്തവരാണെന്നുണ്ടെങ്കിലും ചിലർ ടീച്ചിങ്ങിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. സോ ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയവർക്ക് അറിയാവുന്ന ഡിഫറെൻറ്റ് ക്വാളിഫയിങ് എക്സാംസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ സെറ്റ്. സോ ഈ വർഷത്തെ സെറ്റ് എക്സാം ജൂലൈ 2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. സോ 25th ഏപ്രിലിൽ തന്നെ ഔട്ട് ചെയ്ത ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. ആസ് യൂഷ്വൽ കേരള ഗവൺമെൻറ് ഇത് നടത്താനുള്ള ഒഫീഷ്യൽ ചുമതല നൽകിയിട്ടുള്ളത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ പ്രോസ്പെക്ട്സ്, ദെൻ ആപ്ലിക്കേഷൻ, അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ യു വാച്ചിങ് സൈ ഹൈ ഇൻഫോ. ഇതുപോലെ തന്നെ ഉള്ള മോർ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ യൂസ്ഫുൾ ആവും എന്നുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിൻ്റെ ഒഫീഷ്യൽ വെബ് ഹാൻഡിലിൻ്റെ ഇൻ്റർഫേസാണ് നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ട്സ്, സിലബസ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ സെറ്റ്, എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങളും ഈ ഒരു ഇൻ്റർഫേസിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി ഏപ്രിൽ 25th ഔട്ട് ചെയ്തതാണ്. ദെൻ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 28th ഏപ്രിലാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് മെയ് 28th. ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് മെയ് 30th. എഡിറ്റിംഗ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് മെയ് 29th രാവിലെ 11 മണി മുതൽ മെയ് 31st മിഡ്നൈറ്റ് വരെയാണ് അതിൻ്റെ സമയം എന്നുള്ളത്. ദെൻ അഡ്മിഷൻ ടിക്കറ്റും ഡേറ്റ് ഓഫ് ടെസ്റ്റും ഒക്കെ ദേ വിൽ ബി ഇൻഫോമിങ് ലേറ്റർ. ഓക്കെ, സോ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് ഒന്ന് ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു ബ്രീഫിംഗ് സമ്മറി കൊടുത്തിട്ടുണ്ട്. ദെൻ അവർ ഈ ഒരു പെർട്ടിക്കുലർ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് PG അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% മാർക്ക്, അതില്ലെങ്കിൽ അത് ഗ്രേഡിംഗ് സിസ്റ്റം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിന് ഈക്വലൈസിങ് ആയിട്ടുള്ള ഗ്രേഡ്. സോ 50% മാർക്ക് ഓർ ഗ്രേഡ് ആൻഡ് B.Ed ഇതാണ് അടിസ്ഥാന യോഗ്യത. സോ B.Ed വിത്ത് PG ഇൻ 50% മാർക്ക്. ദെൻ ചില പ്രത്യേക വിഷയങ്ങളിൽ ഈ ബിരുദാനന്തര ബിരുദം PG ഉള്ളവരെ B.Ed വേണമെന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ LTTC, DLED തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകളിൽ ക്വാളിഫൈഡ് ആയവരെയും സെറ്റ് എക്സാമിന് ഇത്തവണ പരിഗണിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ദെൻ റിസർവേഷൻ കാറ്റഗറി ആയിട്ടുള്ള SC ST കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്നവർക്കും, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാറ്റഗറിയിൽ പെടുന്നവർക്കും ഈ 50% മാർക്ക് എന്നത് 5% കുറക്കാക്കിയിട്ട് 45% ആയിരിക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ നോട്ടിഫിക്കേഷനിൽ തന്നെ. ദെൻ അടിസ്ഥാന യോഗ്യത അല്ലെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള 50% മാർക്ക് വിത്ത് B.Ed. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർക്ക് സെറ്റ് പരീക്ഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മാത്രം നേടിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആൾ B.Edൻ്റെ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ PG ഓൾറെഡി നേടിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ B.Edൻ്റെ ലാസ്റ്റ് ഇയർ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അവസാന വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി B.Ed ബിരുദം ഉണ്ടായിരിക്കണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ B.Ed കഴിഞ്ഞ ഒരാളും ആയിരിക്കണം. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ മേൽപ്പറഞ്ഞ ഈ 2 നിബന്ധന പ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്നവർ അവരുടെ PG B.Ed പരീക്ഷ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നേടിയിരിക്കണം. അഥവാ ഈ ഒരു 2 കാറ്റഗറി, അഥവാ PG പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ B.Ed കഴിഞ്ഞിരിക്കണം, B.Ed പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ PG കഴിഞ്ഞിരിക്കണം. അതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയയിൽ വെച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാംസ് കാര്യങ്ങളെല്ലാം ക്വാളിഫൈ ചെയ്ത് പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻസ് നേടേണ്ടതാണ് എന്നുള്ളതും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ, സ്റ്റാർട്ടിംഗ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 1300 റുപ്പീസാണ് ജനറൽ OBC വിഭാഗങ്ങൾക്കെല്ലാം, 1300 രൂപ. ദെൻ SC ST PWBD എന്നീ വിഭാഗങ്ങൾക്കൊക്കെ 750 റുപ്പീസാണ് എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
റിസർവേഷൻ, അത് കാസ്റ്റ് ബേസ് റിസർവേഷനോ അല്ലെങ്കിൽ PWD റിസർവേഷനോ വാട്ടെവർ റിസർവേഷൻ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതായത് പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിൽ അവരുടെ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഏപ്രിൽ 29 അതുപോലെ തന്നെ ജൂൺ 4 ഇടയിൽ ലഭിച്ച സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ PWD വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രം അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒപ്പം ജൂൺ 2 മുൻപ് തന്നെ തിരുവനന്തപുരത്തുള്ള ഈ LBS സെൻറ്ററിൽ ഓഫ്ലൈനായിട്ടും ലഭിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് സെറ്റ് എക്സാമിനെ കുറിച്ച്. ദെൻ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഇൻ്റർഫേസിൽ തന്നെ പ്രോസ്പെക്ട്സ് ലിങ്ക് എന്നത് അവൈലബിൾ ആക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അവിടുന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് അവരുടെ ഡീറ്റെയിൽഡ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ട്സിലും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തുടക്കത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ പ്രോസ്പെക്ട്സിലോട്ട് വരികയാണെങ്കിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കീം ഓഫ് ദ ടെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. 2 പേപ്പറാണ് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനുള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1ൽ 2 പാർട്ട് ഉണ്ടാവും. A ജനറൽ നോളജും B ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്ങും ആണ്. പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ ഏത് ഡിസിപ്ലിനിലാണോ സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ PG ക്വാളിഫൈഡ് ആയിട്ടുള്ളത് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ നോക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിരിക്കും പേപ്പർ 2 എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് അവൈലബിൾ ആണ്. സോ അവൈലബിൾ സബ്ജക്ട്സിൻ്റെ ഒരു ടേബിൾ ഇവിടെ നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ട്സിൽ കാണാവുന്നതാണ്. സോ യു ക്യാൻ ചെക്ക് ഇറ്റ്. ദെൻ ഡ്യൂറേഷൻ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്, അഥവാ 2 മണിക്കൂർ. ദെൻ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ അതുപോലെ മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ 1ൽ 120 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1ലുള്ളത്. അതിൽ 60 ക്വസ്റ്റ്യൻസ് പാർട്ട് A ജനറൽ ആപ്റ്റിറ്റ്യൂഡിലും 60 ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുമാണ് വരുന്നത്. ദെൻ പേപ്പർ 2 നിങ്ങളുടെ പെർട്ടിക്കുലർ ഡിസിപ്ലിൻ ഏതാണോ അല്ലെങ്കിൽ സെലക്റ്റഡ് സബ്ജക്റ്റ് ഏതാണോ അതിലാണ് 120 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2ലും വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും 1 മാർക്ക് ഈച്ചാണ് വരുന്നത്. അതിൽ തന്നെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെലക്ട് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 80 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിലാണെന്നുണ്ടെങ്കിൽ 1.5 മാർക്സാണ് ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാവുക എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സാം OMR ടൈപ്പാണ്. നമ്മുടെ OMR മാർക്കിങ് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഇവരുടെ ഈ ഇൻ്റർഫേസിൻ്റെ സിലബസ് ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്നതാണ്. സോ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ദെൻ എലിജിബിലിറ്റി കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. റിക്വയർമെൻറ്റ് ഓഫ് ദ പാസ്, അഥവാ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാം ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്സ് എങ്ങനെയൊക്കെ കിട്ടണം എന്നുള്ളത്. സോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും 40 മാർക്സ് മീൻസ് പെർസെൻറ്റേജ് മാർക്സാണ് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ആൻഡ് അഗ്രിഗേറ്റ് ടോട്ടൽ വേണ്ടത് 48%. സോ ഇൻഡിവിജ്വലി 40, ടോട്ടൽ 48. OBC NCL ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി പേപ്പർ 1ലും 2ലും 35%, ടോട്ടൽ 45%. ദെൻ ഡിഫറൻഷ്യലി ഏബിൾഡ് അതുപോലെ തന്നെ SC ST കാറ്റഗറിയിൽ പേപ്പർ 1 ആൻഡ് 2 ഇൻഡിവിജ്വലി 35%, ടോട്ടൽ 40% ആണ് നിങ്ങൾക്ക് വേണ്ടത്. സോ അഗ്രിഗേറ്റ് 48, 45, 40 ആണ് ഡിഫറെൻറ്റ് കാറ്റഗറീസിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് മീൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. ദെൻ പ്രൊസീജിയർ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് നമുക്കൊരു മൊബൈൽ രജിസ്ട്രേഷൻ ഉണ്ട്. ദെൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ദെൻ പേയ്മെൻറ്റ്, ദെൻ പ്രിൻ്റ് ആപ്ലിക്കേഷൻ. സോ ഇത്രയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈസി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോസ്പെക്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ് ഹാൻഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രോസ്പെക്ട്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇവരുടെ സിലബസ് പറയുന്നൊരു 124 പേജസ് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ സബ്ജക്റ്റിൻ്റെയും സിലബസ് ഇതിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. സോ സെറ്റ് എക്സാം 2025 ജൂലൈ 2025 കുറിച്ച് നമുക്ക് ചെറിയ സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ സെറ്റ് എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.